വൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലപ്പുറം തിരൂർ കൂട്ടായി സ്വദേശി നൂഹിന്റെയും പുലാമന്തൂൾ തിരുത്ത് സ്വദേശി MP ബാഹുലയന്റെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഇരുവർക്കും അന്തിമോപചാരം അർപ്പിക്കാൻ പ്രമുഖരടക്കം 100 കണക്കിന് ആളുകളാണ് എത്തിയത്. ജന്മനാടിനെ കണ്ണീരിലാഴ്ത്തിയാണ് ഇരുവരുടെയും അപ്രതീക്ഷിത വിയോഗം. പതിനൊന്ന് വർഷത്തിലധികമായി പ്രവാസിയായിരുന്ന തിരൂർ കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി നൂഹ് 2 മാസം മുമ്പാണ് അവധി കഴിഞ്ഞ് കുവൈറ്റിലേക്ക് പോയത്. ഹൃദ്രോഗിയായിരുന്നിട്ടും കടബാധ്യത മൂലമാണ് നൂഹ് പ്രവാസം തുടർന്നത്. ഭാര്യയും 3 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു. നൂഹിൻ്റെ അപ്രതീക്ഷിത വിയോഗം നാടിനും വീടിനും താങ്ങാവുന്നതിനും അപ്പുറമായി. കണ്ണീർ വാർത്താണ് പ്രിയപ്പെട്ടവർ നൂഹിന് വിട നൽകിയത്. 3:30 തിരൂരിലെ വീട്ടിലെത്തിച്ച നൂഹിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം കൂട്ടായി റാത്തീബ് ജുമാ മസ്ജിദിലാണ് ഖബറടക്കിയത്. മയ്യിത്ത് നമസ്കാരത്തിനും പ്രാർത്ഥനാ ചടങ്ങുകൾക്കും പാണക്കാട് സ്വാദിഖലി തങ്ങൾ നേതൃത്വം നൽകി. വിചാരിതമായ ആകസ്മികമായുണ്ടായ ദുരന്തം മലയാളികളായ 25ഓളം പേര് തന്നെ അതിലുണ്ട്. അവർക്ക് നമ്മെ വല്ലാതെ ദുഃഖത്തിലായിരുന്നു. ദൈവത്തിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവരിപ്പോൾ 6 അടി മണ്ണിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രായമായ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു പുലാമന്തോൾ തിരുത്ത് സ്വദേശിയായ MP ബാഹുലയൻ. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MP വേലായുധൻ്റെ ഏക മകനായ ബാഹുലയൻ 1 വർഷം മുമ്പാണ് നാട്ടിൽ വന്ന് മടങ്ങിയത്. ഈ ഓണത്തിന് നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു അപ്രതീക്ഷിത വിയോഗം. 3:30 ചേതനയേറ്റ ബാഹുലയൻ്റെ മൃതദേഹം എത്തിയതോടെ നാടും വീടും വിങ്ങിപ്പൊട്ടി. നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തടക്കം സജീവമായിരുന്ന ബാഹുലയനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെയല്ലാതെ ആരും കണ്ടിട്ടില്ല. ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിലായിരുന്നു ബാഹുലയന്റെ സംസ്കാര ചടങ്ങുകൾ. റിപ്പോർട്ടർ, മലപ്പുറം.